ഇപ്പം നമ്മുടെ കുറിഞ്ഞിയിലെ പ്രധാന നായികനെ ആവണിയാണല്ലോ. അപ്പോൾ ആവണി അൻഷിതയാണ്. അപ്പോൾ ഇനി ഇത്രയും വലിയൊരു കഥ അല്ലെങ്കിൽ ഇത്ര നല്ല പ്രമേയ സബ്ജക്റ്റ് ഈ രണ്ട് കുട്ടികളിലേക്ക് എങ്ങനെയാണ് വന്നത്? ഇത് ചെയ്യും എപ്പോഴാണ് ഇങ്ങനെ തോന്നുന്നത്? അതൊരു ധൈര്യം എന്ന് പറഞ്ഞാൽ ഇന്ന് നമുക്ക് സിനിമയുടെ പ്രേക്ഷകരോട് ഞാൻ കണ്ടന്റ് ബേസ്ഡ് താരങ്ങൾ നല്ല സിനിമയാണെങ്കിലും നല്ല കണ്ടന്റ് പ്രാവീണ്യമുണ്ടെങ്കിൽ നമ്മളത് സ്വീകരിക്കുന്നതാണ് ആ ധൈര്യം. അതുകൊണ്ട് തന്നെ അതിന് ഏറ്റവും ശക്തമായി അവതരിപ്പിക്കാൻ പറ്റുന്ന കലാകാരന്മാരെ കലാകാരികളെ കിട്ടുക. അപ്പം അങ്ങനെ നമ്മുടെ കാസ്റ്റിംഗ് കൊണ്ട് വന്ന് അടയ്ക്കുന്ന കുട്ടിയാണ്. അത് വളരെ ടാലൻറ്റഡാണ്. അത് വളരെ ഗംഭീരമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ അനിഷിനെ ഞങ്ങൾ കണ്ടെത്തുകയാണ്. അനിഷിത നമ്മുടെ ഈ കഥയുടെ പശ്ചാത്തലം ആദിവാസി ഗോത്രവിഭാഗത്തിൻ്റെ കഥയാണ്. ആ ഗോത്രവിഭാഗത്തിൽപ്പെട്ട നടൻ പാട്ടുകാരി കലാകാരി കൂടിയാണ് അനിഷിതയിലേക്ക് അന്വേഷണം എത്തിയത്. അപ്പം അവളും ഈ പറഞ്ഞ പോലെ ലൈഫാണ് ഈ സിനിമ. അതായത് അഭിനയം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. രണ്ടുപേരും മത്സരിച്ചിട്ട് ഇതെല്ലാവരും ഇതിൻ്റെ കൂടാതെ ഡോക്ടർ ജോഷഫ് വിജയരാജൻ അഭിനയിച്ച വെള്ളൻ്റെ കഥ ഈ കുട്ടിയുടെ അച്ഛനായിട്ട് അഭിനയിച്ചു. ഈ കുട്ടിയുടെ അച്ഛനായിട്ട് അഭിനയിച്ച് നമ്മുടെ സ്ക്രിപ്റ്റ് റൈറ്റർ പ്രകാശ് രാജ്, പിന്നെ നമ്മുടെ മൂപ്പനായിട്ട് അഭിനയിച്ച പ്രകാശ് ചന്ദ്രൻ, അങ്ങനെ തുടങ്ങി എല്ലാവരും വ്യത്യസ്തമായിട്ട് ഉള്ള കാസ്റ്റിംഗ് തരത്തിലാണ് ഇതിൻ്റെ ഫീൽ വരുന്നത്. എല്ലാവരും ഗംഭീരമായിട്ട് ചെയ്തു. നമുക്ക് നമ്മൾ പ്രതീക്ഷണങ്ങളിൽ ഔട്ടാണ് നമുക്ക് പറ്റിട്ട് ചെയ്യുക. നമ്മളതിൻ്റെ സന്തോഷം വളരെ നല്ലത്. കാരണം അങ്ങനെയാണല്ലോ സിനിമ നമ്മൾ ചെയ്യുമ്പോൾ നന്നായി വരിക എന്നുള്ളത് തോന്നി. അത് സംഭവിച്ചു എന്നുള്ളത് നമ്മൾ വളരെ ഹാപ്പിയാണ്. ഇതിന് പ്രേക്ഷകരാണ് ഇതിന് വിധി എഴുതുന്നത്. മാത്രമല്ലല്ലോ ഇപ്പോൾ 2-ാം തീയതി തിയേറ്ററിലേക്ക് സിനിമ എത്തുകയാണ്. ഇവിടെ തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യാനുള്ളൊരു സിനിമയാണ്. ഇതിൻ്റെ സൗണ്ടായാലും ഇതിൻ്റെ വിഷ്വലായാലും കുറച്ച് പ്രത്യേകതയുണ്ട്. നമ്മളിപ്പോൾ OTT ഒരു സിനിമ കാണാം എന്നുള്ള കാത്തിരിപ്പിനേക്കാൾ ഉപരി തിയേറ്റർ എക്സ്പീരിയൻസ് സംഭാവന ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ ഈ സിനിമയിൽ. എന്നാണ് വിശേഷങ്ങളൊക്കെ? സുഖം. പിന്നെ രണ്ട് വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്ന് കുറിഞ്ഞി മൂവി റിലീസാവാൻ പോവാണ്. പിന്നെ എൻ്റെ യൂട്യൂബ് ചാനൽ 1 മില്യൺ ആയി. അതാണ് ഏറ്റവും വലിയ വിഷയം. ഞാൻ പറയാൻ പറ്റില്ല ഓണപ്പെട്ട കിട്ടിയിട്ടൊക്കെ 2000 അടിച്ചു പൊളിച്ചില്ല. ഇപ്പൊ യൂട്യൂബിലൂടെയൊക്കെ ആയാലും ഇൻസ്റ്റയിലൊക്കെ ആയാലും അവന് ഹൗസ് എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും അത്രയും ഫേവറേറ്റ് ആണ്. ഹൗസ് എന്ന് പറയുമ്പോൾ തന്നെ പസറി ഇങ്ങനെ റീലൊക്കെ ഞാൻ കണ്ടായിരുന്നു. സാറ്റ് കഴിക്കുന്നതിനൊക്കെ അതൊക്കെ ഭയങ്കര രസമാണ്. നിങ്ങളുടെ ക്യൂട്ട് മൊമെന്റ്സ് ഒക്കെ കാണാനായിട്ട്. എനിക്ക് ഹൗസിന്റെ ഏറ്റവും സപ്പോർട്ട് ചെയ്യുന്നത് ഹൗസിന്റെ ഫാമിലി തന്നെ. അമ്മയാണോ അച്ഛനാണ് സപ്പോർട്ട് കൂടുതൽ? അങ്ങനെ ചോദിച്ചാൽ രണ്ടാമത് നല്ല സപ്പോർട്ടാണ്. എന്നാലും അച്ഛന് ജോലി തിരക്കും, അമ്മ ഇതിനു വേണ്ടിട്ട് തന്നെ സമയം കണ്ടെത്തില്ലാണ്. അതുകൊണ്ട് അമ്മയാണ് ഏറ്റവും കൂടുതൽ. ചിലത് ഞാൻ പറഞ്ഞു കൊടുക്കും, ചിലത് അച്ഛൻ പറഞ്ഞു കൊടുക്കും, ചിലത് ഷീക്ക് തന്നെ ചിലപ്പോൾ എന്തെങ്കിലും കണ്ടിട്ട് പറഞ്ഞെടുത്താൽ അത് നമുക്കൊരു കോമഡി ചെയ്യാന്ന് പറഞ്ഞ് അമ്മ ചെയ്യും. ചില സമയം അമ്മ തന്നെയാണ്. അങ്ങനെ എല്ലാവരും കണ്ടെത്തി. ഇൻസ്റ്റയിലൂടെ ആയാലും യൂട്യൂബിലൂടെ ഒക്കെ ആണെങ്കിലും നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ സറൗണ്ടിങ്സ് നമ്മുടെ കൂടെ ഉള്ളവരുടെ ആയിരിക്കില്ല കൂടെ ചെയ്യാനായിട്ടൊക്കെ. പക്ഷെ സിനിമ എന്ന് പറയുമ്പോൾ ടെൻഷൻ ഉണ്ടായിരുന്നു. ഇത്രയും വലിയൊരു ക്രൂവിന്റെ കൂടെ ഒക്കെ ചെയ്യാൻ ടെൻഷൻ പോലെ തോന്നിയത്? കൂട്ടത്തിൽ ടെൻഷൻ ഇല്ലാത്ത ആളെന്ന് വെച്ചാൽ ഈ ടെൻഷൻ അടിക്കുമ്പോഴാണല്ലോ നമ്മുടെ ക്രിയേറ്റിവിറ്റി ഇല്ലാന്ന് കാര്യമില്ല. നമ്മൾ ചെയ്യാനുള്ളത് ചെയ്യാം. എന്തിനാണ് പക്വത ഭയങ്കര എല്ലാ കാര്യങ്ങളും. എങ്ങനെയാണ് ചെയ്ത അവന് എങ്ങനെയാണ് കഥാപാത്രം എന്തായിരുന്നു അവരുടെ? കുറിഞ്ഞി എങ്ങനെയാണ് ആളെങ്ങനെ? കുറിഞ്ഞിയ ബുദ്ധിയ അവനെയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറിഞ്ഞിയാണ്. കുറുമ്പൊക്കെ എങ്ങനെയാണ്? കുറിഞ്ഞി കണ്ടോ അതോ ആവണിയാണ് കൂടുതൽ? ആവണിയാണ് വേണ്ടത്. അതിന് തോപ്പിക്കാൻ കാര്യമില്ല. അൻഷിത എങ്ങനെയുണ്ട് വിശേഷം? അൻഷിത നാട് എവിടെയാ? വയനാടാണ്. വയനാടൊക്കെ ഞാൻ ഇടയ്ക്കൊക്കെ വന്നിട്ടുണ്ട്. ട്രക്കിങ്ങിനൊക്കെ കൂട്ടുകാരൊക്കെ വന്ന് നല്ല അടിപൊളി സ്ഥലമാണ്. ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ടല്ലോ വയനാട്. അപ്പോൾ വയനാടിനെ കുറിച്ച് പറയാമോ? എന്താണ് അവിടെ എവിടെയാണ് നാട്? എവിടെയാണ് വയനാട്ടിൽ എന്തൊക്കെ പ്രത്യേകതകൾ? പുൽപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്താണ് വയനാട്. എനിക്ക് എപ്പോഴും എന്താണ് പെട്ടെന്ന് തോന്നുന്നല്ലേ സ്വന്തം നാട്ടുകാർ കൂട്ടുകാര് അത് ഫീൽ വേറെ ആവുമല്ലോ അല്ലേ? എങ്ങനെയാണ് നമ്മുടെ കുഞ്ഞിലേക്ക് എങ്ങനെയാണ് വന്നത്? കുഞ്ഞിലേക്ക് വന്നു പറഞ്ഞാൽ ഞാനൊരു ഗ്രൂപ്പിൽ പാടുന്നു. പാട്ടത് വാങ്ങി പാട്ട് കൊടുക്കുന്നതാണ് ഗ്രൂപ്പിൻ്റെ പേര്. ഗ്രൂപ്പിനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന സാറ് വഴിയാണ് ഞാൻ ഈ ഫീൽഡിലേക്ക് വരുന്നത്. ആരോ വിളിച്ചിട്ട് ഇങ്ങനെ വന്നു. എനിക്കറിയത്തില്ല ആരാ വിളിച്ചത് ഫീൽഡിലേക്ക്, അങ്ങനെയൊന്നും അറിയത്തില്ല. അപ്പോൾ സാറ് പറഞ്ഞെങ്കിൽ ഫോട്ടോ വേണം. അപ്പോൾ ഞാൻ പറഞ്ഞു എന്തിനാ സാറേ, എൻ്റെ ഫോട്ടോ ഉണ്ടല്ലോ സാറിൻ്റെ. അപ്പോൾ സാറ് പറഞ്ഞു നീ നിൽക്ക്, എനിക്കൊരു ഫോട്ടോ വേണം.
എന്നിട്ട് ഫോട്ടോ എടുത്ത് സാറിന് അയച്ചു കൊടുത്തു. അപ്പോൾ സാറ് പറഞ്ഞു ഇങ്ങനെ ഒരു ഫിലിമിലേക്ക് ഇതാക്കിയിട്ടുണ്ട്, ഇങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ എനിക്കെങ്ങനെ പറ്റാൻ, എനിക്ക് അഭിനയിക്കാൻ അറിയത്തില്ലല്ലോ, ഞാൻ എങ്ങനെ ചെയ്യാനാണ്? അപ്പോൾ സാറ് പറഞ്ഞു നമുക്ക് നോക്കാം. ഞാൻ ഇങ്ങോട്ടേക്ക് ഫസ്റ്റ് ലൊക്കേഷനിലേക്ക് വന്നത് ടെൻഷൻ അടിച്ചിട്ടായിരുന്നു, എനിക്ക് ചെയ്യാൻ പറ്റുമോ വിചാരിച്ചിട്ട് വല്ലാത്ത ടെൻഷനായിരുന്നു. പിന്നെ ഓക്കെ ആയി, എല്ലാവരും ഭയങ്കര സപ്പോർട്ടായി. സാറാണെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഞാൻ പറഞ്ഞു തരും, പിന്നെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു തരും. അപ്പോഴത്തേക്കും കുറച്ച് ക്ലിയർ. പിന്നെ എനിക്ക് തോന്നിയ ചെയ്യാൻ പറ്റും. ടെൻഷൻ ഉണ്ടായിരുന്നു ഇത്രയും വലിയൊരു ക്യാമറ, ഇത്ര വലിയ ലൈറ്റ്സ്? നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ആദ്യമായിട്ട് ക്യാമറ കാണുന്നത്, ഇത്രയും ആൾക്കാരുടെ അടുത്ത് സംസാരിക്കുന്നു, അങ്ങനെ കുറെ ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ മാറി, പിന്നെ അവർക്കായി ഏറ്റു ശരി. ആദ്യത്തെ ഷോട്ട് എടുക്കുമ്പോഴേ ഉള്ളൂ ആ ഒരു ആരെയും പരിചയമില്ലല്ലോ, നമുക്ക് പരിചിതമാവുന്ന പ്രശ്നമുള്ളൂ. അതിന് വളരെ ഗംഭീരമായിട്ട് കഥാപാത്രം എന്തായിരുന്നു? കഥാപാത്രം ഞാനത് ചെയ്തത് കുഞ്ഞിയെന്ന് പറഞ്ഞു. അപ്പൊ അൻഷിതയിൽ നിന്ന് പൊന്നിയിലേക്ക് മാറാനായിട്ട് എത്ര സമയം എടുക്കും? കഥാപാത്രം കേട്ടപ്പോൾ മനസ്സിലെന്തായിരുന്നു തോന്നിയത്? ആരെങ്കിലും ആയിട്ട് ഓർമ്മ വരും, അങ്ങനെ തോന്നി? അങ്ങനെയൊന്നും തോന്നിയില്ല, ഞാനായി. അൻഷിതായിട്ട് തന്നെ ചെയ്യാൻ പറ്റിയല്ലേ? അത് തന്നെ ഒരു നല്ലൊരു കാര്യം. കാരണം ഫസ്റ്റ് തന്നെ ചെയ്യുന്ന പടം ഇത്ര ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റിയെന്ന് പറയാൻ വലിയൊരു കാര്യം. വീട്ടിലെന്താ പറഞ്ഞു? വീട്ടിലെല്ലാവരും ഭയങ്കര സപ്പോർട്ടായിരുന്നു. കപ്പയാണെങ്കിലും അമ്മയാണെങ്കിലും ചെയ്യ എവിടെയാ നിനക്കൊരു ഇത് കിട്ടുകയെന്ന് പറയാൻ പറ്റില്ലല്ലോ, പൊയ്ക്കോന്ന്. അവരൊക്കെ ഭയങ്കര സപ്പോർട്ട്. അമ്മമ്മയ്ക്ക് പിന്നെ ചെറുതായിട്ട് അത് കുറച്ച് പഴയ കാലത്തുള്ളതായതുകൊണ്ട് ചെറിയൊരു പ്രശ്നം. പിന്നെ കുഴപ്പമില്ല. പിന്നെ എല്ലാവരും ഇപ്പോൾ ആണെങ്കിൽ അമ്മമ്മ പറയുന്നത് നീ പോയിട്ട് വാ, കുഴപ്പമില്ല. ആദ്യത്തെ ഒരു ഇതുണ്ടായിരുന്നു. ആദ്യത്തെ ഒരു ഇത് മാത്രമേ ഉണ്ടായിരുന്നു, ഇപ്പോൾ കുഴപ്പമില്ല. ഇപ്പൊ കുറിഞ്ഞി എന്ന ചിത്രം അതായത് ഒരു മറ്റൊരു കുറച്ചൊരു പോസ്റ്ററിലൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ആ ഒരു ലാംഗ്വേജിൽ തന്നെയാണ് ഈ സിനിമ ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യാനായിട്ടൊരു പ്രചോദനം തോന്നാൻ കാരണം എന്താണ്? അല്ല, അതിൻ്റെ ഒരു നാച്ചുറാലിറ്റി അതുപോലെ വേണമെന്നുള്ളൂ. ഒരു സബ്ജക്റ്റ് പറയുമ്പോൾ അതിൻ്റെ ആത്മാർത്ഥമായിട്ടുള്ള അതിൻ്റെ ആത്മാവ് വേണം. അപ്പം അതുകൊണ്ട് തന്നെയാണ് അത്ര രീതിയിൽ തന്നെ അതിനെ സമീപിച്ചത്. അവർ പറയുന്ന ഭാഷ അവർ തമ്മിൽ സംസാരിക്കുമ്പോൾ അങ്ങനെ പറയുന്നത്. അപ്പോൾ നമ്മളങ്ങനെ തന്നെയാണ് അത് കൊണ്ടുവന്നത്. പക്ഷെ അവർ പൊതുസമൂഹമായിട്ട് ഇടപെടുമ്പോൾ മലയാളമാണ് പറയുന്നത്. അത് ഇതിലും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. അല്ല, ടെൻഷൻ ഉണ്ടാകും. അതായത് സ്ക്രീനിൽ വരുമ്പോൾ അത് കൺവേ ആകുമ്പോൾ ബോർഡ് കാണുമ്പോൾ നമ്മൾ സബ്ടൈറ്റിൽ ഉണ്ടല്ലോ. പിന്നെ ഇപ്പം ഈ ഭാഷ എന്ന് പറയുന്നത് നമ്മുടെ തമിഴ് പടങ്ങൾ മലയാളികൾ സ്വീകരിക്കുന്ന പോലെ അത്രയും ബുദ്ധിമുട്ടില്ല മലയാള ഭാഷ മലയാളമായിട്ട് കണക്ട് ചെയ്യും. എനിക്ക് അങ്ങനെ തോന്നിയത്. എനിക്കും ആദ്യം ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, എനിക്കും ഈ ഭാഷ അറിയില്ല. പക്ഷേ എനിക്ക് അതുമായിട്ട് അസോസിയേറ്റ് ചെയ്യുമ്പോൾ പെട്ടെന്ന് കമ്മ്യൂണിക്കേഷൻ വരുന്നുണ്ട്. ശരിക്കും പുറത്തെ കാസ്റ്റുകളൊന്നും ഇല്ല, ആ നാട്ടിലുള്ളവരാണ് കൂടുതലും. പിന്നെ നമ്മളിങ്ങനെ പുറത്തുനിന്ന് കണ്ടെത്തിയ നമ്മുടെ സൗന്ദര്യങ്ങളിലുള്ളതാണ്. അത് കുറച്ചും കൂടെ നല്ല സിമിലാരിറ്റി ഫീൽ ചെയ്യുന്നു. ക്യാരക്ടർ ഇവരെ മാറ്റി നിർത്തി വേണം കഥാപാത്രം ചെയ്യാൻ പറ്റിയ ഒരാളില്ല എന്നുള്ളൊരു തോന്നലിലേക്ക് കാസ്റ്റിംഗ് ഫൈനലായി വന്നപ്പോൾ അതെങ്ങനെയുണ്ടാകും? കാരണം നമ്മളിപ്പോൾ ഒരു കാസ്റ്റിനെ വെച്ച് നമ്മളൊരു ഓഡീഷനൊക്കെ വെച്ച് സെലക്ട് ചെയ്യുന്നവർ ഒരു ശരിക്കും അവിടെ ഉള്ളവരെ വെച്ച് ചെയ്യുമ്പോഴും ഒരുപാട് ഡിഫറൻസ് ഉണ്ടാവുമല്ലോ. ചിലപ്പോൾ ആ സിനിമയൊന്നും അറിയാത്തവരും സിനിമയുടെ ടെക്നിക്കാലിറ്റീസ് ഒന്നും അറിയാത്തവരായിരിക്കും. അവരെ വെച്ച് ഇങ്ങനെ ചെയ്യാന്ന് പറയുന്നത് ഡിഫിക്കൽട്ടായിരുന്നോ അതോ ഈസി ആയിരുന്നു? ഡിഫിക്കൽട്ടാണ്. പക്ഷെ അതോടൊപ്പം അതിനൊരു സുഖം അവർക്ക് അറിയാത്തവർ അഭിനയിപ്പിക്കുന്നതാണ് ഏറ്റവും ഇഷ്ടം. എന്തുകൊണ്ടും അറിയാം, സൗകര്യം അതാണ്. നമുക്ക് കുറച്ചുകൂടെ റിയാലിറ്റി ഉണ്ട്. ഇതിൽ 85 വയസ്സുള്ള മുത്തശ്ശിയുണ്ട്. അതാണ് നമ്മൾ ഷൂട്ട് ചെയ്ത കോളനിയിലെ വീട്ടിലത്തെ മുത്തശ്ശിയാണ്. ആ മുത്തശ്ശീനെ നമ്മൾ കണ്ട് സംസാരിച്ച് അവർ കൊണ്ടുവരികയാണ്. ഞങ്ങൾ കൊണ്ടുവരാൻ തുടങ്ങിയപ്പോൾ ഇവർ രണ്ടുപേരും ചെയ്ത മുത്തശ്ശി ഞങ്ങളുടെ ആളാക്കി മാറ്റി. ഇവരുടെ കൊച്ചുപിള്ളായിട്ടാണ് മുത്തശ്ശികൾ കണ്ടിരിക്കുന്നത്. അവിടെ താമസിച്ചതാണ് അനീഷ് ഷൂട്ടിങ്ങിന് വേണ്ടി. ഞങ്ങളെ ഹോട്ടലിൽ അനീഷ് ഇവരുടെ കൂടെ താമസിച്ചു. കാരണം അത്രയും ബന്ധു വീട്ടിൽ പോയ പോലെയാണ്. അപ്പം മുത്തശ്ശി നമ്മളായിട്ട് സംഗതിയിലേക്ക് വന്നു. പിന്നെ മുത്തശ്ശി ഇങ്ങോട്ട് പറഞ്ഞുതരാൻ തുടങ്ങി. നമ്മൾ ആക്ഷൻ എന്ന് പറയുമ്പോൾ ഡയലോഗ് വന്നില്ല എന്നൊക്കെ പറയാം. അപ്പം അത് അവരുടെ ഒരു പെട്ടെന്നുള്ളൊരു അറിവാണ്. എല്ലാത്തിലേക്കും ആ ഒരു പ്രായത്തിൻ്റെ എക്സ്പീരിയൻസും അവരുടെ ജീവിതാനുഭവങ്ങളും അവർ പെട്ടെന്ന് ഒന്നിലേക്ക് മോഡൽ ചെയ്യാൻ പറ്റുന്നു. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്കത് ഭയങ്കര ഇതിൽ കാണുമ്പോൾ നമ്മൾ സ്ക്രീനിൽ കാണുമ്പോൾ മുത്തശ്ശിയൊക്കെ അഭിനയിക്കാൻ തോന്നില്ല. അവരെങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് അതുപോലെ തന്നെയാണ്. അതിനൊരു പ്രത്യേക ഒരു സുഖം ഉണ്ടാകും. അതാണ് ഇങ്ങനെയുള്ള സിനിമകൾ ചെയ്യുമ്പോൾ കിട്ടുന്ന സുഖം. ഞാൻ മുമ്പ് ചെയ്തൊക്കെ ആർട്ടിസ്റ്റുകൾ ചെയ്യുന്ന സിനിമകളാണ്. പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെയുള്ള ഒരു കൃത്യമായ യാഥാർത്ഥ്യ താരങ്ങൾ വെച്ചിട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിനൊരു സുഖമാണ്. ഇപ്പൊ ഒരുപാട് ഇൻസ്റ്റയിലും യൂട്യൂബിലും കുറെ വീഡിയോസ് ഒക്കെ നമ്മൾ കാണുന്നത്. അപ്പൊ എന്നോട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്? എനിക്ക് ഇങ്ങനെ ഇതൊക്കെ ചെയ്യണം എന്നുള്ളൊരു തോന്നൽ എന്നോട്ടാണ് തുടങ്ങിയത്? നിങ്ങൾ കണ്ണൂരാണപ്പാ? നിങ്ങൾ കണ്ണൂരാണ്? കണ്ണൂരും പോലെ തോന്നുന്നത്? ഞാൻ അങ്ങനെ പറയുന്നത് എന്റെ ശരിക്കുള്ള ഭാഷ
പിന്നെ ഞാനെന്നാ ഒരു വശത്ത് പറയാം. ഞങ്ങൾക്ക് 4 വയസ്സിൽ ഒരു അവാർഡ് കിട്ടിയിട്ടുണ്ട്, മികച്ച ബാലതാരത്തിനുള്ള അവാർഡ് ഷോർട്ട് ഫിലിം. അപ്പോൾ അന്ന് തൊട്ടേ ഞാൻ ഈ റീൽസ് ചെയ്യാൻ തുടങ്ങി. പിന്നെ ടിക്ടോക്ക് ബാൻ ചെയ്ത സമയത്ത് എല്ലാവരും ഇൻസ്റ്റേ ഇങ്ങനെയുള്ള ആക്റ്റീവായി. പിന്നെ യൂട്യൂബിലേക്ക് വന്നു. യൂട്യൂബിൽ 50K ആയി, 100K ആയി. അത് നേരെ 1 മില്യണിലേക്ക് വന്നു. അങ്ങനെ പോകുന്നു. സ്കൂളിലൊക്കെ ടീച്ചേഴ്സ് ഫാൻസ് ആണോ? എല്ലാവരും സപ്പോർട്ടാണ്. ഫാൻസ് എന്ന് പറയാൻ പറ്റില്ല, എല്ലാവരും നമ്മുടെ ഫ്രണ്ടാണ്. അത് മാത്രമല്ല എല്ലാവരും ഭയങ്കര സപ്പോർട്ടാണ് സ്കൂളിലെല്ലാവരും. അപ്പൊ ആദ്യം ഈ യൂട്യൂബിലൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അതായത് വീട്ടുകാരൊക്കെ എനിക്ക് ഇങ്ങനെ ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് വീട്ടിലെന്താ പറയാ? വീട്ടില് അച്ഛൻ ജോലിക്ക് പോകും. മുന്നേ ഞങ്ങൾ വേറൊരു വീട്ടിലാണ് താമസിക്കുന്നത്. അപ്പോൾ അച്ഛൻ ജോലിക്ക് പോകും, അനിയൻ ചെറുതുണ്ടാവണം ചെയ്യുന്നത്, ചെറുത്. അപ്പോൾ ആ സമയം ഉറങ്ങും. ആ സമയം ഞാൻ സ്കൂളിൽ പോയിട്ട് വന്നിട്ട് നല്ല റീൽസ് ചെയ്യും. സമയം വീട്ടിലാരും പറയാനില്ല. അപ്പം അങ്ങനെ ചെയ്ത് പിന്നെ അത് റീച്ചിലേക്ക് എത്തിയിട്ടാകുമ്പോൾ എല്ലാവരും വീട്ടിലാരും സപ്പോർട്ടായി. അപ്പം അങ്ങനെ പോകുന്നു. അവനാണ് എന്നെ ഇപ്പൊ ഓടിച്ചേനെ. ആ സമയത്ത് പോയി പഠിക്കണമെന്ന് പറയും ഓടിച്ചേ. ഇപ്പൊ അഭിനയം അത്ര ഇഷ്ടമാണല്ലേ? അഭിനയം ഇഷ്ടമാണ്. അപ്പൊ ഏതെങ്കിലും ആക്ട്രസ് അങ്ങനെ മനസ്സിലുണ്ടോ? ഇങ്ങനെ ഒരു ആക്ട്രസിനെ പോലെ ആണോ ഇങ്ങനെ പിന്നെ മനസ്സിൽ തോന്നിയിട്ടുണ്ടോ? അങ്ങനെ തോന്നിയിട്ടില്ല. വലുതാവുമ്പോ എനിക്ക് ഞാൻ തന്നെയാണോ? എനിക്ക് ഞാനായോ? ഞാനത് വേറെ ആളാണല്ലേ? അപ്പൊ ഇഷ്ടപ്പെട്ട സിനിമ ഏതായിരിക്കും? ഇഷ്ടപ്പെട്ട സിനിമ ഒരുപാടുണ്ട്. ആദ്യം ഞാൻ വിചാരിക്കും മാളികപ്പുറമാണ്, പിന്നെ വിചാരിക്കും മറ്റേ കാന്താരയാണ്, വിചാരിക്കും RRR അതാണ്. അങ്ങനെ കുറേ സിനിമയുണ്ട്. ഇപ്പൊ ഈ കുറിഞ്ഞി ഇറങ്ങിക്കഴിഞ്ഞാല് ഞാൻ എപ്പോ ചോദിച്ചാലും പറയും കുറിഞ്ഞാണ്. അത് ഞാൻ എന്തായാലും പറയും. ഇങ്ങനെ സിനിമ താല്പര്യം ഉണ്ടായിരുന്നോ? സിനിമ എന്ന് പറയുന്നത് ഞാനിങ്ങനെ TV-യിൽ കണ്ടേ വരച്ചുള്ളൂ. ഞാൻ ഇങ്ങോട്ടേക്കൊക്കെ എത്തുമെന്ന് എനിക്കറിയത്തില്ല. പെട്ടെന്ന് കിട്ടിയൊരു ചാൻസാണ്. ഇപ്പൊ ഇങ്ങനെ ഇരിക്കുന്നത് തന്നെ അത്ഭുതം. അങ്ങനെ തോന്നുന്നു എനിക്ക്. എന്താ എവിടെ ഭയങ്കര മെച്ചുവായിട്ട് ഭയങ്കര സീരിയസ് ആളുകൾ പോലെ ഞാൻ ഇപ്പോൾ ഇരിക്കുന്നത്. എനിക്ക് അങ്ങനെ തോന്നുന്നു. ഞാൻ തന്നെയാണെന്ന് തോന്നുന്നു. അപ്പൊ എങ്ങനെയുണ്ട്? ഒരു മായാലോകത്ത് പെട്ട പോലെയാണോ? ശരിക്കും അല്ല ശരിക്കും പറയാം, എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ആവണി? എങ്ങനെ ഉണ്ടായിരുന്നു ആള്? ആവണി ഞാനും വേറെ ഒരു അമ്മയുടെയും അച്ഛൻ്റെയും മക്കളല്ലാത്തപ്പോൾ തോന്നിയിട്ടില്ല. ഒരേ അച്ഛൻ്റെയും മക്കളോട് അവിടെയും ഇവിടെയും എന്നും അങ്ങനെ. നിശ്ചിത നല്ലൊരു കലാകാരിയാണ്. പാട്ടുകളൊക്കെ പാടുന്നതെന്ന് ഞങ്ങൾ കേട്ടായിരുന്നു. ഒരു പാട്ട് എനിക്ക് കിട്ടും, നാടൻ പാട്ട് എനിക്ക് വേണ്ടി പാടാം. കണ്ടേ കിനാവു കണ്ടേ കുലവ പൂടിയായിച്ചോ എമ്പാടും കുലവ പൂടിയായിച്ചോ. കിനാവ് കണ്ടേ കിനാവു കണ്ടേ കുലവ പൂടിയായിച്ചോ എമ്പാടും കുലവ പൂടിയായിച്ചോ. കാറ്റു വഞ്ചോ ഏക്കു പൊടിയായിച്ചോ, കാറ്റു വഞ്ചോ ഏക്കു പൊടിയായിച്ചോ. ആടുന്നോ ഓടുന്നോ ആടുന്നോ ഓടുന്നോ ആടുന്നോ ഓടുന്നോ ആടുന്നോ ഓടുന്നോ. പോക്കക്കി വേണ്ടോ പോക്കക്കി വേണ്ടോ. എമ്പാടു കുലവ എമ്പാടു കുലവ എമ്പാടു കുലവ പൊടിയായിച്ചോ എമ്പാടു കുലവ പൊടിയായിച്ചോ. കിനാവ് കണ്ടേ കിനാവു കണ്ടേ കുലവ പൊടിയായിച്ചോ എമ്പാടു കുലവ പൊടിയായിച്ചോ. കിനാവ് കണ്ടേ കിനാവു കണ്ടേ കുലവ പൊടിയായിച്ചോ എമ്പാടു കുലവ പൊടിയായിച്ചോ. നമ്മളൊരു പാട്ട് പാടിയില്ല. പഴയ ഭാഷയിൽ തന്നെ ഒരു പാട്ട് പാടി. അടിപൊളി. ഇത് ആരാണ് പഠിപ്പിച്ചിരുന്നത് ഇതൊക്കെ? ഞങ്ങളുടെ ഗ്രൂപ്പിലെ സാറുണ്ട്, ആ സാറും പാപ്പായി ബാബും നമ്മൾ പാപ്പായി വിളിക്കാം, ബാബു സാർ, അങ്ങനെ കുറേ പേരുണ്ട്.
ശരിക്കും പഴയ പണ്ടത്തെ നാടൻ പാട്ടുകളുടെ ഇങ്ങനത്തെ ലാംഗ്വേജിന്റെ പലപ്പോഴും അർത്ഥം ചിലപ്പോൾ മനസ്സിലായെന്ന് പറ്റില്ല, കാരണം അത് അതിന്റെ ഒരു സ്ലാങ് ഇതൊക്കെ ആയിരുന്നു. ഞാൻ നാടൻ പാട്ട് ഗ്രൂപ്പിലേക്ക് കയറിയപ്പോഴാണ് ഞങ്ങളുടെ സോങ് അവർ പറഞ്ഞു തന്നിട്ടാണ് ഞാൻ അങ്ങനെ ഇത് തന്നെ ഫോളോ ചെയ്യാമെന്നുള്ളത് ആദ്യമായിട്ട് ഇങ്ങനെ തോന്നി. ഇപ്പം എനിക്കിതാണ് പാഷൻ അങ്ങനെ തോന്നിയായിരുന്നു. ഓക്കെ സാർ, ഇപ്പം ഒരുപാട് ചിത്രങ്ങൾ നമുക്ക് കണ്ടിട്ടുണ്ട്. ഇപ്പം ട്രൈബൽസിന് റിലേറ്റ് ചെയ്തിട്ടല്ല ഫേസിങ് പ്രശ്നങ്ങളൊക്കെ നമ്മൾ ഒരുപാട് സിനിമകൾ കണ്ടിട്ടുണ്ട്. തുടങ്ങി എന്താണ് മുന്നോട്ട് വയ്ക്കുന്നത്? മുന്നോട്ട് വയ്ക്കുന്നത് നമ്മൾ സ്ഥിരം കണ്ടും ആ ഒരു അത്തരം ചിത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ഇവരുടെ ആചാരങ്ങളും ഇവരുടെ നാട്ടിലെ ജീവിതവും മെച്ചായ രീതിയിൽ തന്നെ അവതരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതിന് കുറച്ചുകൂടെ പ്രാധാന്യം അറിയാൻ കുറച്ചുകൂടെ സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ്സോടുകൂടിയാണ് നമ്മുടെ സിനിമ പോകുന്നത്. അപ്പോൾ അത് വലിയൊരു അവകാശമൊന്നുമില്ല, പക്ഷേ സമൂഹത്തിലെ നന്മ മറ്റു വെക്കാതിരിക്കട്ടെ എന്നുള്ള നല്ല ഉദ്ദേശത്തോടുകൂടി എല്ലാവരും ജീവിക്കണം, എല്ലാവർക്കും അവനവൻ്റെ സ്വാതന്ത്ര്യം, ആ സ്വാതന്ത്ര്യത്തിൻ്റെ ചരിത്ര നിലനിർത്തുക എന്നുള്ളതാണ് നമ്മുടെ സിനിമ ഉദ്ദേശിച്ചത്. ഇപ്പോൾ കുടുങ്ങി എന്ന് പറയുമ്പോൾ റിയലിസ്റ്റിക് ആണ്, റിയലായിട്ട് നമ്മൾ സംഭവം റിലേറ്റ് ചെയ്തിട്ടുള്ള ചിത്രം ചെറിയ രീതിയിലുണ്ട്, അതിപ്പോൾ പുറത്തു പറയാൻ പറ്റില്ല. സിനിമ കാണുമ്പോൾ അതിൻ്റെ കുറച്ച് സസ്പെൻസ് ഒക്കെ നമുക്ക് പുറത്തേക്ക് വരും. നമ്മളിപ്പോൾ ട്രailer ഒക്കെ റിലീസ് ചെയ്യുന്നത് ഇപ്പം സിനിമ കുറച്ച് ദുരൂഹത ഉണ്ട് ഈ സിനിമയിൽ. അതുകൊണ്ട് നമുക്ക് ഒരു പരിമിതി ഉണ്ട്. നമ്മുടെ റൈറ്റർ നമ്മളെ കൃത്യമായി പിടിച്ചു വെച്ചിട്ടുണ്ട്. കൂടുതലൊന്നും പുറത്ത് ലീവ് ചെയ്യുന്നു എഴുതും പറയാൻ പറ്റില്ല. അതെ കണ്ട് നമ്മുടെ സിനിമ എക്സ്പീരിയൻസ് ചെയ്യാറില്ല. അതിൻ്റെ ഒരു എന്താ പറയുക, അതിൻ്റെ ക്വാളിറ്റി ഉള്ളതെന്ന് അറിയില്ല. നമ്മളൊന്നും നമ്മളെ സിനിമയെ നമ്മൾ വലുതാക്കി പറയുകയല്ല, പക്ഷേ സിനിമ കണ്ട് പ്രേക്ഷകർ വിലയിരുത്തട്ടെ. നമുക്ക് നല്ല ഷോ പ്രതീക്ഷയുണ്ട് സെൻസർ ചെയ്യുന്നു. അപ്പോൾ ഞങ്ങൾക്ക് സിനിമയെ നല്ല പ്രതീക്ഷയുണ്ട്. പ്രേക്ഷകർ നല്ല സിനിമയെ എല്ലാവരും സ്വീകരിച്ചിട്ടുണ്ട്, ഒരു സിനിമയും തള്ളപ്പെട്ടിട്ടുണ്ട്. ആ ധൈര്യം തന്നെയാണ് നമുക്ക്. ഇവിടെ താരങ്ങളൊന്നും ഈ സിനിമയെ നമ്മളെ ഒന്നും ബാധിക്കുന്നതല്ല. യഥാർത്ഥ താരങ്ങൾ പ്രേക്ഷകരാണ്. നമുക്ക് നമ്മളെ അല്ല, ഞാൻ ഒരു ഡൗട്ട് എന്താണെന്ന് വെച്ചാൽ ഞാൻ യൂട്യൂബിൽ നിങ്ങളുടെ വീഡിയോസ് ഒക്കെ കണ്ടു. ആവണിയാണോ സ്റ്റാർ, ആവണി അനിയനാണോ സ്റ്റാർ എന്നൊരു ഡൗട്ട്. രണ്ടുപേര് ഭയങ്കര ആക്റ്റീവാണ്, പക്ഷെ ഇടയ്ക്ക് സ്കോർ ചെയ്യുന്ന അമ്മയാണെന്ന് തോന്നുന്നു. അമ്മ ഇടയ്ക്ക് സ്കോർ ചെയ്യാതെ അമ്മയ്ക്ക് ഇങ്ങനെ അഭിനയിക്കാൻ താല്പര്യം അഭിനയിച്ചിട്ടുണ്ട്. 2 സിനിമ 3 സിനിമ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പോ നിർത്തി. ഞാൻ ഷീക്കോലും കയറി വരട്ടെ എന്ന് വിചാരിച്ച് അമ്മ ഇപ്പൊ അഭിനയിക്കാൻ പോയില്ല. നിങ്ങളിലൂടെ അമ്മയ്ക്ക് വരാമല്ലോ. അപ്പൊ ഏതെങ്കിലും സിനിമ കണ്ടു കഴിയുമ്പോൾ ഇതേപോലത്തെ ഇപ്പൊ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നില്ല, റീലൊക്കെ ചെയ്യുന്ന സമയത്ത് എന്റെ ക്യാരക്ടർ ആവാനായിട്ടൊക്കെ പ്രാക്ടീസ് ഒക്കെ ചെയ്യണ്ട? അങ്ങനെ വലിയ പ്രാക്ടീസ് ഒന്നും ഉണ്ടാവില്ല. നോക്കും ചെയ്യും. അപ്പൊ അത് കിട്ടിയില്ലെങ്കിൽ ഒന്നുകൂടി നോക്കും ചെയ്യും. അങ്ങനെയാണ്. എത്ര 2 തവണ റെഡിയാവും? 1 2 ഒരു 10-50 വെയിറ്റ് എടുക്കണം. ഏറ്റവും ഫാമിലിയിലെ ഏറ്റവും കൂടെ സപ്പോർട്ടായിരിക്കും അമ്മയായിരിക്കും അച്ഛനായിരിക്കും. ഇന്നപോലെ മോളെങ്ങനെ ചെയ്യും, അല്ലെങ്കിൽ ഇന്നപോലെ നമ്മൾ ചെയ്യും, അങ്ങനെ പറയുകയാണെങ്കിൽ രണ്ടാളും ഒരേപോലെ തന്നെയാണ്. അതൊക്കെ ഭാഗ്യമല്ലേ? ഇനി മുന്നോട്ട് വളർന്നു അനിയനോടെ സ്കോർ ചെയ്ത് തന്നെ കയറിപ്പെടണം. നമുക്ക് വേറെ വഴിയുണ്ടല്ലോ അല്ലേ? കാരണം ഇപ്പൊ കുറിഞ്ഞ ചിത്രം ഒരുപാട് ഇതുണ്ട്, ഇപ്പൊ ഒരുപാട് സിനിമകൾ വരുന്നുണ്ട്, റിലീസാവുന്നുണ്ട്. അപ്പം ഇങ്ങനെ ഒരു സമയത്ത് ഇങ്ങനത്തെ ചിത്രത്തിന്റെ എത്രത്തോളം പ്രാധാന്യം വരുന്നുണ്ട്? കാരണം വെച്ചാൽ ഒരുപാട് ഇപ്പോൾ ഫാസ്റ്റ് ആയിട്ടുള്ള സിനിമകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ആക്ഷൻ അല്ലെങ്കിൽ ഇടികൂട്ട് അങ്ങനത്തെ പടപടപടയെന്ന് പറഞ്ഞു പോകുന്ന സിനിമകൾ, ഫാമിലി ഓറിയന്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇത്ര റിയലിസ്റ്റിക് ആയിട്ടുള്ള സിനിമകൾ വളരെ കുറവാണ്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ കുറിഞ്ഞി എന്തുകൊണ്ട് പ്രേക്ഷകർ കാണുന്നതാണ്? കുറിഞ്ഞി പ്രേക്ഷകർ ആ തരത്തിൽ തന്നെ ഇത് സ്വീകരിക്കുന്നു നമുക്ക് വിശ്വാസമുണ്ട്. എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ട്രാക്കിൽ തന്നെയാണ് നമ്മുടെ സിനിമയുള്ളത്, പക്ഷെ അത് റിയലിസ്റ്റിക്കായി ഫസ്റ്റ് ട്രാക്കിലൂടെ പോകുന്നുണ്ട്. അത് വിഷ്വൽ ബേസ് നമ്മളതിൻ്റെ ട്രിപ്പിൻ്റെ ബേസുമൊക്കെ കൃത്യമായ താളത്തോട് പോകുന്ന സിനിമ. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം വേറെ സിനിമ കണ്ടു, ആട്ടം പ്രേക്ഷകർ രീതിയിൽ സ്വീകരിച്ചതുകൊണ്ടാണ് അത് നല്ല രീതിയിലെ ട്രീറ്റ്മെൻറ്റും നല്ല സംഭവമായിരുന്നു. നല്ലതിനെ എന്ന് സ്വീകരിക്കും, അത് 100% നമുക്ക് പ്രതീക്ഷിക്കുന്നത്. പ്രേക്ഷകർ ബുദ്ധിയുള്ളവരല്ല, നമ്മളവരെ മാർക്കേണ്ട കാര്യമില്ല. അതാണ് നമ്മുടെ വിശ്വാസം. ഇവിടെ ചെറിയ സിനിമ വലിയ സിനിമ ഒന്നുമില്ല. നമ്മളും കൃത്യമായ ബഡ്ജറ്റിൽ തന്നെയാണ് സിനിമ ചെയ്യുന്നത്, നല്ല ബഡ്ജറ്റായ സിനിമയാണ്. അപ്പോൾ അത് തിയേറ്ററിൽ കൊടുക്കുന്ന ഒരു കാഴ്ചാനുഭവം വളരെ മികച്ചതായിരുന്നു. ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്, ബാക്കി പ്രേക്ഷകർ വലിയ തന്നെ.
മനുഷ്യരാ പറഞ്ഞ സിനിമയിലോടൊക്കെ ഫസ്റ്റ് ചെയ്തപ്പോൾ വീട്ടിലും സ്കൂളിലൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. എന്തായിരുന്നു അവരോടൊപ്പം സിനിമയിലോട് നിൽക്കുന്ന പറഞ്ഞാൽ എന്തായിരുന്നു കേൾക്കുന്നത്? എല്ലാവർക്കും വല്ലാത്ത സന്തോഷം, ഭയങ്കര ഹാപ്പിയാണ്, ഭയങ്കര സപ്പോർട്ടും. അതുകൊണ്ട് ഞാനും ഭയങ്കര ഹാപ്പിയാണ്. ഇനി മുന്നോട്ട് സിനിമയിൽ തന്നെ ചെയ്യാൻ താല്പര്യമുണ്ടോ? വളരെ ഞാൻ നോക്കുമ്പോൾ ഇവിടെ ഇന്റർവ്യൂസ് ഒക്കെ എടുക്കുമ്പോൾ എനിക്ക് എന്നെ കാണുമ്പോൾ എന്നെ ഇങ്ങനെ സൂക്ഷിച്ചു പോകും. എന്നെ ആരെങ്കിലും ആയിട്ട് ഓർമ്മ വന്നു. സാറിന് പെങ്ങളുടെ മോനെ ഞങ്ങളുടെ ഈ മൂവിയിൽ ആർട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. വാവിച്ച് ചേട്ടായി ആയിരക്കണം പോലെ ആളെങ്ങനെ നല്ലതാണോ മോശമാണോ? കുഴപ്പമില്ല. കുഴപ്പമില്ല. അപ്പോൾ കുഴപ്പമില്ല, ഞാൻ സേഫാണ്. അപ്പം ഞാൻ സേഫാണ്. പിന്നെ സിനിമയിലെ മെയിൻ വിശേഷങ്ങളൊക്കെ പറയാം. മറ്റാരൊക്കെയാണ് സിനിമയിലുള്ളത്? പ്രധാനമായിട്ട് കാസ്റ്റുകൾ ആരൊക്കെയാണ്? ഇതില് പിന്നെ കുറിഞ്ഞിന്റെ ക്യാരക്ടർ ചെയ്യുന്ന കുട്ടിയാണ്. അതുപോലെ പൊന്നി എന്ന് പറഞ്ഞ ക്യാരക്ടർ. ഇപ്പൊ പൊന്നിയുടെ അച്ഛനായിട്ട് അഭിനയിക്കുന്നത് ഡോക്ടർ ഷിഫ്റ്റിയാണ്. മെഡിക്കൽ കോളേജിൽ മെഡിക്കൽ സർജനാണ്. പിന്നെ നമുക്ക് ഇതിൽ സ്റ്റുഡൻറ്റ് ആയിട്ടുള്ള പ്രകാശ് വടിക്കലാണ് മാധവ് എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ അച്ഛൻ്റെ ക്യാരക്ടർ. അമ്മയുടെ ക്യാരക്ടർ ചെയ്യുന്നത് രചന സ്കൂൾ ഓഫ് ഫാമില. പിന്നെ മൂപ്പൻ്റെ ക്യാരക്ടർ ചെയ്യുന്നത് പ്രകാശ് ചന്ദ്രൻ. അങ്ങനെ തുടങ്ങി പിന്നെ ലേഖ നായർ, ശ്യാമ്, അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. നമ്മളെ എല്ലാം കൂടി കണക്ട് ചെയ്തായതുകൊണ്ട് സെലക്ട് ചെയ്ത ആൾക്കാരും ഇവരൊക്കെ. പിന്നെ മുത്തശ്ശി പുള്ളിയമ്മ, ചന്ദ്രബാബു, ഓമോഹൻ, കുറേ ആൾക്കാരുണ്ട്. ഒരുപാട് വലിയ കലാകാരന്മാർ, നല്ല കലാകാരന്മാരുടെ കൂട്ടാണ്. ഏറ്റവും കഴിവുള്ള നല്ല ടാലൻ്റായ ഒരുപറ്റം കലാകാരന്മാർ കൂടിയപ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കുന്നത്. നമുക്കൊരു എക്സ്പീരിയൻസ് ആണ്. തീർച്ചയായും വലിയൊരു എക്സ്പീരിയൻസ് ആണ് ഞങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത്. തീരുന്നതിന് മുമ്പ് ഒരു പരാതിയില്ല. കാരണം വെച്ചാൽ അൻഷിത പാടി, ആവണി പാടിയില്ലെങ്കിൽ ആവണിയുടെ ഫാൻസ് വന്നിട്ട് എന്നെ ഒരു പരിവാക്കും. അതൊന്ന് ടാലിയാക്കാൻ വേണ്ടിയിട്ട് ഒരു പാട്ട് പാടണം. ഏത് വീട്ടിൽ പാടി? എന്റെ ഫേവറേറ്റ് പാട്ടില്ല. കഴിഞ്ഞ ദിവസം മറ്റേ യൂട്യൂബിൽ മറ്റേ പാട്ടിലുണ്ടായിരുന്നു. മറ്റേ നമ്മുടെ മറ്റേ തമിഴ് പാട്ട്, തമിഴ് സോങ് ഇല്ലായിരുന്നു? ആ അതെ, കൺകളെ. അതിന്റെ ആവണിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടാണ്. അങ്ങനെ ചോദിച്ചാ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മൂവി, അതുപോലെ തന്നെയാണ് ഓരോ അവസ്ഥ. എന്റെ ദൈവമേ, എന്നാലും ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ട് എനിക്ക് കുറിഞ്ഞിറങ്ങുമ്പോ അതിലത്തെ പാട്ട് എനിക്ക് ഫേവറേറ്റ് ആണ്. ഇപ്പൊ തൽക്കാലം ഇപ്പൊ തൽക്കാലം വേറെ എന്തെങ്കിലും വെച്ച് ഒപ്പിക്കാം. അതിന് ഈടൊന്നും കറക്റ്റ് കിട്ടൂല, എന്നാലും പ്രേക്ഷകർക്ക് വേണ്ടി പാടും. കൺകളേതോ തേട കനവാട് നെഞ്ചം താനേ പാട പരത്തോട് அடியூவொரு பொழுது ஓன அப்படி நான் ரசிச்சேன். உயிர் கொள்ளது ஓனப்பு கண்மணியே. ஓ ஒரு 1000 வானவில்ல ஓ பூவில் காட்டுதடி. அது சத்தன நீ மறந்தா நான் என்ன செய்வக்குள்ள. கண்கள் ஏதோ தேட கனவாட நெஞ்சம் தானே பாட பறந்தோட ഋത്തൂരു 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 ഋത്തൂരു. ഇതാണോ പുതിയ ശരിയാത്തിൽ എന്നൊക്കെ പറയാം. പക്ഷേ അതിന്റെ ഈഴും അതല്ല. അത് ഞാൻ അറിയാത്ത പ്രശ്നമില്ല. അപ്പം തീർച്ചയായും കുറുങ്ങി പ്രേക്ഷകരിലേക്ക് എത്തുകയാണ്. ഒരുപാട് പ്രതീക്ഷകളുണ്ട്. കാണുന്ന പ്രേക്ഷകരോട് എന്താണ് അഫ്സലെ പറയുന്നത്? പ്രേക്ഷകരോട് പറയാനുള്ളത്, ഈ സിനിമ കാണുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങൾ മറ്റുള്ളവരോടും പറയുക. ഈ സിനിമയിൽ വിജയിപ്പിക്കുക. നിങ്ങളെ എല്ലാ രീതിയിലും സപ്പോർട്ട് നിങ്ങൾക്ക് നൽകുക. ഇതിൽ വലിയ താരങ്ങളൊന്നുമില്ല. ഞങ്ങളെ താരങ്ങൾ ഇതിൻ്റെ കഥയും ഇതിൻ്റെ കഥാപാത്രങ്ങളും നിങ്ങളാണ് നിർമ്മിക്കുന്നത്. ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കണം. സിനിമ ഇറങ്ങാൻ പോവുകയാണ്. അപ്പോൾ ഈ സിനിമ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാവരും കാണണം. കണ്ടു കഴിഞ്ഞാൽ സാറ് പറഞ്ഞ പോലെ തന്നെ എല്ലാവർക്കും എല്ലാവരോടും പറയണം കാണാൻ. പിന്നെ എൻ്റെ ഫ്രണ്ട്സൊക്കെ കാണാൻ പോകാൻ വേണ്ടി റെഡിയായിരിക്കുകയാണ്. അപ്പോൾ അവരും എല്ലാവരും ഫാമിലി ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് പോയിട്ട് കാണണം. പേടിയുണ്ടോ? പേടിയുണ്ടോ?
ശരി പേടിയുടെ കാര്യം പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? എല്ലാവരോടും പറയാനുള്ളത് എല്ലാവരുടെ സപ്പോർട്ടും ഉണ്ടാവണം, പ്രാർത്ഥനയും ഉണ്ടാവണം. എല്ലാവരും പോയി കാണണം. ഞങ്ങളുടെ സിനിമയല്ല, അവരുടെ സിനിമ. അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. എല്ലാവരും നല്ലോണം സപ്പോർട്ട് ചെയ്യണം, പ്രാർത്ഥിക്കുന്നു. അപ്പോൾ എന്തായാലും നിങ്ങളുടെ എല്ലാ സ്വപ്നങ്ങളും നടക്കട്ടെ. നിങ്ങളുടെ എല്ലാ പ്രതീക്ഷകളും എല്ലാ സ്വപ്നങ്ങളും സജ്ജമാകട്ടെ. എല്ലാ തിയേറ്ററുകളും നിറഞ്ഞോട്ടെ. എല്ലാം ഇത്ര സമയം ഞങ്ങൾ